ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെക്കണം. ഞാൻ ഇന്ന് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും കൂടി കൂട്ടിയിട്ടാണ് അരി വെള്ളത്തിലിട്ടിട്ടുള്ളത്. അതെന്താണെന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ തീരെ ചെറുപയറൊന്നും കഴിക്കണില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊന്ന് കഴിപ്പിക്കണമല്ലോ. അത് ഞാൻ യൂട്യൂബൊക്കെ തപ്പിയെടുത്തൊരു റെസിപ്പിയാണിത്. ചെറുപയറും കൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുന്ന പോലെ തന്നെ അതിൽ അരി പകുതിയായിട്ട് ഇടണം. പകുതി അരിയും പകുതി ചെറുപയറും. അതുപോലെ തന്നെ നമുക്ക് റാഗി ഉണ്ടാക്കാം കേട്ടോ. ചെറുപയറിന് പകരം പകുതി റാഗിയും പകുതി അരി ഇട്ടിട്ട് കഴിഞ്ഞാലും ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഇത് ചെറുപയർ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ചെറുപയറിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവ കഴിച്ചോളും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതിലുള്ള പരിപാടികളൊക്കെ നോക്കി മാവ് അരച്ച് വെച്ച്, ഇനി മാവ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ചെറിയൊരു പച്ച കളറൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ടേസ്റ്റ് ഉണ്ടായാൽ മതി. ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഇവ കഴിച്ചാൽ മതി എന്നുള്ളൂ. പിന്നെ എന്തായാലും ഞാൻ 2 ദിവസത്തേക്ക് തന്നെ അരച്ച് വെച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അരച്ച് വെക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണം. ഞാൻ ആദ്യമൊക്കെ നല്ല ചായ കുടിക്കുമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കില്ല. രാവിലെയും ചായ കുടിക്കും, വൈകിട്ടും കുടിക്കും. പക്ഷേ കുടിക്കുമ്പോൾ തോനെ കുടിക്കും. ഇപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ ഒന്ന് കുറച്ചു. അതാണ് മനഃപൂർവ്വം ചായ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചതൊന്നുമല്ല. ഇതിങ്ങനെ ചായ മാത്രം കുടിക്കാൻ പറ്റില്ല, കൂടെ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ വേണം. അപ്പോൾ ഇവയാകുമ്പോൾ ഞാൻ എന്ത് കഴിക്കുന്നോ അത് ഇവയ്ക്ക് വേണം. അവൾ വാശി പിടിക്കും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ബേക്കറി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചായ കുറച്ചതാണ്. പക്ഷേ കുറച്ച് ദിവസം അങ്ങനെ ചായ വല്ലാതെ കുടിക്കാതെ ഇരുന്നപ്പോൾ പിന്നെ അത് ശീലമായി. ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും കൂടി കഴിച്ചു. അതാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഇവയ്ക്കും കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കണം. പക്ഷേ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നാളെ കുറച്ച് എളുപ്പമാകുമല്ലോ. അപ്പോഴത്തേനും പിന്നെ ഇവയ്ക്ക് വാശിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് വന്ന് റാക്കിലിരുത്തി, എന്നിട്ടാണ് നാളത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ അരിയാൻ നിൽക്കുന്നത്. നാളെ ഞാൻ അവിയൽ, എൻ്റെ തൊണ്ടയ്ക്കൊരു ചെറിയ കിച്ച് പ്രോബ്ലം ഉണ്ട്. പിന്നെ അരിയാൻ നിൽക്കുകയാണ്. എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. പതുക്കെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാരണം അരിയണയിലിടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ ഇടയ്ക്കിടയ്ക്ക് വരും. സ്പീഡിൽ അരിയാൻ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞിക്കൈ കത്തിയിട്ട് ഇടയപ്പെടും. കുട്ടീനെ കൈ മുറിക്കാൻ പാടില്ലല്ലോ. പിന്നെ വലിയ കഷ്ണങ്ങളൊന്നുമില്ല. ആകെ ഒരു തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കായും ക്യാരറ്റും ബീൻസും മുരിങ്ങയ്ക്കും അത്രയും കഷ്ണങ്ങളേ ഉള്ളൂ. ഇവയ്ക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആരെയും സാമ്പാറോ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന പച്ചക്കറികളൊക്കെ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. പച്ചക്കായും വലിയ കുഴപ്പമില്ലാതെ അവിയലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തോന്നുന്നു അവിയലിൽ പച്ചക്കായും ക്യാരറ്റൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള. വൈകിട്ട് ഞങ്ങൾക്കൊന്ന് പാർക്കിലൊക്കെ പോകണം. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇവിടുന്ന് താഴെ എത്തുന്ന വരെ മാത്രമേ ഇവ എൻ്റെ കയ്യിലിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവൾ ഇറങ്ങി ഓടും. അപ്പോൾ അവളുടെ പിന്നാലെ ഓടല്ലോ. അപ്പോൾ ബൈ.